നമസ്കാരം. ആമഴിയഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ 21-ാം മണിക്കൂറിലേക്ക് നീണ്ടിരിക്കുകയാണ്. തിരച്ചിലിന്റെ 2ാം ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇപ്പോൾ റെയിൽവേ പാളത്തിനടുത്തുള്ള മാൻഹോളിൽ റോബോട്ടിനെ ഇറക്കി പരിശോധന ആരംഭിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുകയാണ്. സ്കൂബ ടീമിന്റെ ആദ്യഘട്ട തിരച്ചിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടികൾ എടുത്തത്. സ്കൂബ സംഘത്തിലെ 3 പേർ റെയിൽവേ സ്റ്റേഷനിൽ 3-ാം പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ ഇറങ്ങി നടത്തിയ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവിട്ടു. 24 മണിക്കൂറായിട്ടും ജോയി എന്ന തൊഴിലാളിയെ കണ്ടെത്താനായിട്ടില്ല. തോട്ടിലെ മാലിന്യക്കെട്ടുകൾ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വെള്ളത്തിന്റെ അളവ് കുറവാണ്, ബാക്കിയുള്ളത് മുഴുവൻ മാലിന്യമാണ്. കടന്നുപോകാൻ ഒരിടമില്ല. പാറ പോലെ സെറ്റായിരിക്കുന്നു മാലിന്യം. അതിനാൽ മാലിന്യം മാറി നീന്താൻ കഴിയില്ല. മാലിന്യത്തിന്റെ ഇടയിലൂടെ മാത്രമേ കടന്നുപോകാൻ കഴിയൂ. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത സ്കൂബ ഡൈവിംഗ് വിദഗ്ധർ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക മെഡിക്കൽ സംഘം നിയോഗിച്ചിരിക്കുകയാണ്. വൈദ്യസഹായം ഉടൻ ലഭ്യമാക്കുന്നതിനായി ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളത്തിലിറങ്ങുന്ന രക്ഷാപ്രവർത്തകർക്ക് ഡോക്സിസൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകൾ നൽകാൻ നടപടിയെടുത്തിട്ടുണ്ട്. മന്ത്രിമാർ അടക്കം നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി. മന്ത്രി വി ശിവൻകുട്ടി, ആന്റണി രാജു MLA, ജില്ലാ കളക്ടർ എന്നിവരും സന്നിഹിതരായിരുന്നു. അഗ്നിരക്ഷാ സേനയുടെ ഡയറക്ടർ ജനറലും സ്ഥലത്തെത്തും. രക്ഷാപ്രവർത്തനം ശക്തമായി മുന്നോട്ടു പോകുകയാണ്. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം കാര്യങ്ങൾ അറിയിക്കും, വി ശിവൻകുട്ടി പറഞ്ഞു. തമ്പാനൂർ റെയിൽവേ പാളത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് ശനിയാഴ്ച 10 മണിയോടെ ജോയി എന്ന തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടത്. ശക്തമായ മഴയും മാലിന്യക്കെട്ടുകളും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു. 140 മീറ്റർ നീളമുള്ള തുരങ്കത്തിൽ 15 മീറ്റർ ദൂരം വരെ സ്കൂബ ഡൈവർമാർ പരിശോധിച്ചു. റെയിൽവേ പാളം കടന്നുപോകുന്ന ആമഴിയഞ്ചാൻ തോട് ശുചീകരണത്തിനായി റെയിൽവേ കരാറുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ജോയി ഈ കരാർ വിദ്യാഭ്യാസിയുടെ തൊഴിലാളിയായിരുന്നു. മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ പെയ്ത ശക്തമായ മഴ മൂലം തോട്ടിൽ മാലിന്യം കൂടി. അപകട സമയത്ത് ജോയി മാത്രമായിരുന്നു ടണലിൽ ഉണ്ടായിരുന്നത്. സൈറ്റ് സൂപ്പർവൈസർ കുമാർ ജോയിയോട് തിരികെ കയറാൻ നിർദ്ദേശിച്ചെങ്കിലും ജോയി ഒഴുക്കിൽപ്പെട്ടു. കയറിട്ട് നൽകിയെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ രാത്രി മുതൽ തുടരുകയാണ്. റെയിൽവേയും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള വിവിധ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. മാലിന്യക്കെട്ടുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.